അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല സർക്കാരിന്റെ നിലപാട് എന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ മാധവും മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. സിനിമാ കോൺക്ലേവ് അവസാനിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഒരു പക്ഷേ ഏറെ ചർച്ചയാകുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശമാണ്. അതിന് മറുപടിയുമായി KSRTC ചെയർമാൻ കെ മധു ഉണ്ട്. ആ പ്രസ്താവന എങ്ങനെ കാണുന്നു? ഒരു വലിയ വിവാദത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. അല്ല, അത് വിവാദത്തിലേക്ക് തള്ളിവിട്ടാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. അത് സർക്കാരിൻ്റെ പോളിസിയാണ്. സർക്കാരിൻ്റെ പോളിസിയിൽ വളരെ ധീരമായ ഒരു തീരുമാനമെടുത്ത സർക്കാരാണിത്. കാര്യം പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് സിനിമ എടുക്കാൻ പൈസ കൊടുക്കുകയും അതിലൂടെ അവരുടെ സിനിമാ പ്രവർത്തനത്തിന് ഒരു മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്ന ധീരമായ തീരുമാനമെടുത്ത ഗവൺമെൻറ്റാണ്. ആ ധീരമായ തീരുമാനത്തിനെ എതിർത്ത് സംസാരിച്ച രണ്ടുപേരും എൻ്റെ ഗുരുസ്ഥാനീയനായതുകൊണ്ട് ഞാൻ കൂടുതൽ മറുപടി പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം KSRTC ചെയർമാൻ എന്നുള്ള നിലയിൽ ഗവൺമെൻറ് പോളിസിയോടുകൂടി തന്നെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് മുമ്പോട്ട് പോകണമെന്നാണ് ചെയർമാൻ എന്നുള്ള എൻ്റെ ആഗ്രഹം, എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. ഒരുപക്ഷെ നമ്മൾ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്കായി പോയില്ലേ പ്രസ്താവന ഏറ്റവും ഒടുവിൽ സമാപനത്തിൽ? അല്ല, അത് ആ ഒരു പ്രസ്താവന അവിടെ നിൽക്കപ്പം തന്നെ ഈ 2 ദിവസത്തെ കോൺക്ലേവിൻ്റെ ഒരു ആകത്തുക അതിൻ്റെ മേളിലാണ്. അത് യാതൊരു സംശയമില്ല. കാര്യം ഇവിടെ വന്നിരുന്ന ഈ മന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ കൈയടിച്ച ആൾക്കാരുടെ എന്ന് പറയുന്ന അതെല്ലാം ഒരു ആകത്തുക ആ പ്രസ്താവനയ്ക്ക് മേളിലാണ്. അതുകൊണ്ട് ആ പ്രസ്താവനയുടെ താഴെ നിൽക്കത്തുള്ളൂ. എന്നാലും ഇത്തരം നിലപാടുകളുമായി ഇൻക്ലൂസീവ് പദ്ധതികളുമായി KSRTC മുന്നോട്ട് പോകുന്നതാണ്. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോകും. അതിന് യാതൊരു മാറ്റമില്ല. അതായത് 2 നിലപാടുകൾ, ഈ വേദിക്കലുണ്ടായ 2 നിലപാടുകൾ, അത് സർക്കാരിൻ്റെ നയമല്ല, അതിനെ പൂർണ്ണമായി ധീരമായി എതിർക്കുന്നു എന്ന നിലപാടാണ് ഇപ്പോൾ KSRTC ചെയർപേഴ്സൺ കെ മധു അറിയിച്ചിരിക്കുന്നത്. നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞാൽ അവസാന നിമിഷം കൊണ്ട് കലമുടച്ചു എന്ന് പറയുന്ന പോലെ ആയിപ്പോയി ഈ ഒരു പ്രസ്താവന. കാരണം ഈ ഒരു കോൺക്ലേവിന്റെ ലക്ഷ്യം വളരെ വലുതായിരുന്നു. നല്ല സിനിമ, നല്ല നാളെ, ഒരു മാറ്റം ഉണ്ടാകണം എന്നൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അടൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അടൂരിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സംവിധായകരായിക്കോട്ടെ മറ്റ് പ്രമുഖരായിക്കോട്ടെ എല്ലാവരുടെയും നിലപാടും. അതെ, അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമാപന സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ വിഭാഗങ്ങളുടെയും ചർച്ച നടന്നു. ചർച്ച നടക്കുമ്പോൾ ഞങ്ങളുടെ പരാതികൾ, പരിഭവങ്ങൾ, ഞങ്ങൾക്ക് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകി കഴിഞ്ഞു. ഇനി എങ്ങനെ ഇത് ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക്, എങ്ങനെയാണ് നടത്തിപ്പിലേക്ക് പോവുക എന്നുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രവർത്തകരാകെ ആ സമാപന സമ്മേളനത്തിൽ. അപ്പോൾ എന്ത് ആശയത്തിന് വേണ്ടിയാണോ തുല്യത എന്ന് പറയുന്ന ആശയം, സാമൂഹ്യനീതി എന്ന ആശയം, അങ്ങനെ ആളുകളെ വളരെ ഇൻക്ലൂസീവായി ചേർത്ത് പിടിക്കുന്ന, എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരുന്നു. അതിൻ്റെ ഫലത്തിന് കാത്തിരിക്കാൻ പറയുന്നു. ആ ഘട്ടത്തിലാണ് സമാപന സമ്മേളനത്തിലെത്തിയ 2 പേർ, പ്രത്യേകിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടകനാണ്, സംസാരിക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന മുന്നോട്ട് വെക്കുന്നത്. ക്ഷേമ പദ്ധതികളാണ്, ആളുകളെ എങ്ങനെ ഇതിനെ കൊണ്ടുവരാം എന്നുള്ള ചിന്ത തന്നെയാണ്. അതൊക്കെ വളരെ കാലം മുൻപ് തന്നെ ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നടത്തുന്ന പദ്ധതിയുമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇത് അഴിമതിക്ക് വഴിയാകുന്നു എന്നാണ് പറയുന്നത്. അത് കുറച്ചുകൂടി ഗൗരവത്തിലാണ് കാണുന്നത്. ഒന്ന്, ആശയപരമായി അതിനെ എതിർക്കുന്നു. മറ്റൊന്ന്, അതിനെ ഈ സർക്കാർ തലത്തിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ കൊടുക്കുന്ന പണം അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ഗ്രാൻഡ്, അത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പുതിയ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഗ്രാൻഡാണ്. അതിലൂടെയാണ് അവർ ഈ പുതിയ ആളുകൾ അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട ഒരു ഭാഗം ഈ സിനിമയിലേക്ക് കടന്നു വരുന്നത്. അവർക്ക് നൽകുന്ന ഗ്രാൻഡ് അത് കൊടുക്കുന്നത് അഴിമതിക്ക് വഴിയാണ്. തീർച്ചയായിട്ടും രാഹുൽ, ആ പ്രസ്താവന വളരെ ഗൗരവകരമായ ഒന്നാണ്. ഞാൻ രാഹുലിലേക്ക്